ഇന്നത്തെ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ജോൺ എന്ന മത്സ്യത്തൊഴിലാളിയുടെ മകൾ ജിജി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് 2 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അതിൽ സംസാരിക്കേണ്ട ഒരു വിഷയം ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. അവരുടെ വേദന നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതൊക്കെ മറ്റൊരു കാര്യം. സ്വന്തം അച്ഛനെ കാണാതായിട്ട് 8 ദിവസം കഴിഞ്ഞു. അതിൽ ആ മകൾക്കുള്ള വേദന എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വേദന പങ്കുവെക്കുന്ന രീതി അത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. സർക്കാരിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ്. മന്ത്രിമാരെയൊക്കെ അങ്ങ് അനാവശ്യം പറയുകയാണ്. മുഖ്യമന്ത്രിയെ പോലും അയാൾ എന്ന് എടുത്തെടുത്ത് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ യുവതി സംസാരിച്ചത്. അവർക്കുള്ള വേദന അത് വേറൊരു കാര്യം. ആ വേദന ചിലപ്പോൾ രോഷമൊക്കെയായി മാറിയേക്കാം, ദേഷ്യമായി മാറിയേക്കാം, സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എന്റെ അച്ഛനെ കിട്ടാത്തത് എന്ന ചിന്തയിലേക്കൊക്കെ അവരുടെ വേദന അവരെ നയിച്ചേക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്ന് ഫിഷറീസ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് ഏത് സർക്കാരാണെങ്കിലും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സാമ്പത്തികം നോക്കാതെയും സാഹചര്യം നോക്കാതെയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അത് ചെയ്ത ചരിത്രമേ ഇവിടെയുള്ളൂ. ഇങ്ങേറ്റം ചെലവാക്കി ഒരുപാട് സമയം ചെലവാക്കി അവരെയൊക്കെ രക്ഷപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് ഏത് സർക്കാരുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവന് അവർ കൊടുക്കുന്ന പ്രാധാന്യം വലുത് തന്നെയാണ്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ. പറയുമ്പോൾ ഒരു മനുഷ്യത്വം കൂടി വേണം. അവർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആരും വിളിച്ചിട്ടില്ല, ഫിഷറീസ് മന്ത്രി വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഒന്നും വിളിച്ചില്ല, അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ രാത്രി പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി വിളിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ആശ്വാസമല്ല വേണ്ടത്, നടപടിയാണ് വേണ്ടത്. ഇപ്പോൾ ഈ വി.ഡി. സതീശനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രഹസനം അധികം ഇല്ലാത്ത ആളാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് പുറത്തു വരുന്ന വീഡിയോകളെല്ലാം ആരെങ്കിലും അവരുടെ മൊബൈൽ ക്യാമറകളിലോ അല്ലെങ്കിൽ മറ്റു ക്യാമറകളിലോ പകർത്തിയതാണ്. അവരൊന്നും ക്യാമറമാനെ ആയിട്ട് പോകുന്നതല്ല. പക്ഷേ അങ്ങനെ പ്രഹസനം കാണിക്കാൻ നടത്താത്തതിന്റെ പേരിൽ അങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എത്ര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവൻ നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളില്ലാതെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളെ ആശ്രയിക്കുന്ന കുടുംബവും ഒരു നാട് മുഴുവനുമുണ്ട്. അതുകൊണ്ട് ജീവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഈ പെൺകുട്ടിയോട് ഒരു വിരോധവുമില്ല, ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്തുമല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, ഒരു വേദന ഉന്നയിക്കുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് കൂടി ചിന്തിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന തിരിച്ചറിവോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുക.